السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. വിശുദ്ധ റമദാനിനെ വരവേൽക്കാനുള്ള മാനസിക തയ്യാറെടുപ്പിന്റെ ഭാഗമായി റജബ് മാസം മുതൽ തന്നെ ഒരു പ്രത്യേകമായ ഒരുക്കവും ആവേശവുമൊക്കെ ആത്മീയമായി സത്യവിശ്വാസിയുടെ മനസ്സിലും അവന്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ നേളിച്ച് കാണേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയുടെ 36-ാമത്തെ സൂക്തത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിമു ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സൃഷ്ടിച്ച കാലം മുതൽ തന്നെ അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ച് മാസങ്ങളെ അള്ളാഹു 12 തീരുമാനിച്ചിട്ടുണ്ട്. ആ 12 മാസങ്ങളിൽ നിന്ന് 4 മാസം പ്രത്യേകം ആദരവ് അർഹിക്കുന്ന മാസങ്ങളായി യുദ്ധം ഹറാമാക്കൽ മുഖേനയും മറ്റൊരുപാട് പ്രത്യേകതകൾ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ട്. അതിലെ 3 മാസം തുടർച്ചയായി വരുന്നു: ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നിവ. പിന്നീട് ഇടക്ക് വരുന്നതാണ് റജബ് എന്ന് പറയുന്ന മാസം. ആ മാസം വലിയ ആദരണീയമായിട്ടുള്ള മാസമാണ്. ആദരണീയമായ സമയങ്ങളും സന്ദർഭങ്ങളും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിവസങ്ങളെ, ആ മാസങ്ങളെയൊക്കെ പ്രത്യേകം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേക ഇബാദത്തുകൾ അതിലേക്കായി ചിലത് വന്നുകൊള്ളണമെന്നില്ല. അതേസമയത്ത് പൊതുവിൽ സ്ഥിരപ്പെട്ട നന്മകളൊക്കെ ആ സമയങ്ങളിൽ വർദ്ധിപ്പിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേക ഇബാദത്തല്ല, പലപ്പോഴും പ്രത്യേകം ഇബാദത്ത് ചെയ്യുക എന്ന ശൈലി സ്വീകരിക്കണം എന്നർത്ഥം. അതേപോലെ തന്നെ തിന്മകളിൽ നിന്ന് ശരിയായ വിധത്തിൽ തന്നെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. മഹാനായ ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു തന്റെ ലതായിഫിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഖാല അലി ഇബ്നു അബി ത്വൽഹ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇഖ്തസല്ലാഹു 4 അശ്ഹുരിൻ, 4 മാസങ്ങൾക്ക് അല്ലാഹു പ്രത്യേകത നൽകിയിരിക്കുന്നു. എന്നിട്ട് ജഅലഹുന്ന ഹുർമൻ, അവകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആദരണീയമായി പ്രഖ്യാപിച്ചു. വഅല്ലമ ഹുറുമാതിഹിന്ന, അതിൽ വരുന്ന മഹത്വങ്ങൾക്ക് അല്ലാഹു വലിയ പ്രത്യേകതകൾ നൽകി. വജഅല ദംബ ഫീഹിന്ന അളമ, അതിൽ ചെയ്യുന്ന ദോഷങ്ങൾക്ക് വലിയ ഗുരുതരമായിട്ടുള്ള ഗൗരവവും അല്ലാഹു തആല നൽകി. വജഅലൽ അമല സ്വാലിഹ വൽ അജ്റ അളമ, ആ മാസങ്ങളിൽ ചെയ്യുന്ന സുഹൃതങ്ങൾക്ക് വലിയ പ്രതിഫലവും കൂലിയും അല്ലാഹു തആല പ്രഖ്യാപിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഈ ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു തന്റെ ലതായിഫിൽ ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കാണണം, ആ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ മാസത്തെ നന്നായി ആദരിക്കാനുള്ള നിർബന്ധ ബുദ്ധിയും ശ്രമവും നമ്മൾ നടത്തണം. ഈ മാസത്തിലായിട്ട് പ്രത്യേകമായ നോമ്പുകൾ, റജബ് മാസം മൊത്തമായിട്ട് പ്രത്യേക നോമ്പ് എന്നതില്ല. അതേസമയത്ത് ഈ മാസത്തിൽ പ്രത്യേകം നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞാൽ പൊതുവിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള പുണ്യങ്ങൾ ഈ മാസത്തിൽ വർദ്ധിപ്പിക്കണം. അതുകൊണ്ടാണ് പണ്ടൊക്കെ സാലിഹ്യങ്ങൾ റജബ് 1 മുതൽ തന്നെ സുന്നത്ത് നോമ്പ് തുടങ്ങും. പിന്നെ ശഅബാനും നോമ്പ് ഫുള്ളാക്കി നോൽക്കും. എന്നിട്ട് റമദാനിലെ നിർബന്ധ നോമ്പും 6 നോമ്പും കൂടെ ചേർത്തുകൊണ്ട് 96 നോമ്പ്. അപ്പൊ അങ്ങനെ ഒരു 96 നോമ്പ് പ്രത്യേകം സുന്നത്താക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതേസമയത്ത് റജബ് എന്നത് പുണ്യമുള്ള മാസമാണ്. പ്രത്യേക നോമ്പ് പറഞ്ഞില്ലെങ്കിലും പ്രത്യേകം നോമ്പ് അഥവാ ആ പുണ്യമുള്ള ദിവസങ്ങളിൽ നന്മകൾ വർദ്ധിപ്പിക്കുക എന്ന കാഴ്ചപ്പാടിൽ പൊതുവിൽ സ്ഥിരപ്പെട്ടതിന്റെ സജീവത കൊണ്ട് ആ ദിവസങ്ങളെ ധന്യമാക്കുക എന്നതാണ് അതിലടങ്ങിയിട്ടുള്ള കാര്യം. അതേസമയത്ത് ഈ മാസത്തിൽ തന്നെ ചില പ്രത്യേകമായിട്ടുള്ള സഹാബത്ത് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകം പരിഗണിക്കുന്ന ചില സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, അമ്മൽ ഇഅ്തിമാറു ഫി റജബ്, റജബ് മാസത്തിൽ ഉംറ നിർവഹിക്കുക എന്നത്. അതിനെക്കുറിച്ച് പറയുകയാണ്, വസ്തഹബ്ബൽ ഇഅ്തിമാറ ഫി റജബിൻ, റജബ് മാസത്തിൽ ഉംറ ചെയ്യലിനെ നന്നായി കണ്ടിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബി റളിയല്ലാഹു അൻഹു വഗൈറുഹു, ഉമർ റളിയല്ലാഹു അൻഹു മറ്റുള്ള പല സഹാബികളും. വകാനത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ തഫ്അലുഹു, ആയിഷ ബീവി അങ്ങനെ ചെയ്യാറുണ്ട്. വബിനു ഉമർ റളിയല്ലാഹു അൻഹു മൈലൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയും അങ്ങനെ ചെയ്യാറുണ്ട്. വനഖല ഇബ്നു സീരീൻ അനി സലഫി, മുൻഗാമികളായ മഹാന്മാരെ തൊട്ട് ഇബ്നു സീരീൻ തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, അന്നഹും കാനൂ യഫ്അലൂനഹു, അവരൊക്കെ റജബിൽ ഉംറ നിർവഹിച്ചിരുന്നു. അപ്പൊ അതെന്താ വെച്ചാൽ റജബിലേക്കായിട്ടൊരു പ്രത്യേക ഉംറ എന്ന അർത്ഥത്തിലാവണമെന്നില്ല, മറിച്ച് ഈ റജബ് പുണ്യമുള്ള സമയമാണ്. അതുകൊണ്ട് പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുക. അപ്പൊ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടാണ് സുന്നത്ത് നോമ്പ്. എന്നും സുന്നത്ത് നോറ്റൂടെ, വിലക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ. അപ്പൊ അത് ഈ പുണ്യമുള്ള ദിവസങ്ങളിൽ പരമാവധി വർദ്ധിപ്പിക്കുക എന്ന പൊതുതത്വത്തിന്റെ ഭാഗമാണത്.
അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് അനസ് റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളായിരുന്നു ഇദാ ദഖല റജബുൻ റജബ് മാസം പ്രവേശിച്ചാൽ കാല അവിടുന്ന് പറയാറുണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചോനെ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകുകയും റമളാനിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരികയും ചെയ്യണമേ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്. ആ ഹദീസിന്റെ റിപ്പോർട്ടർമാരെ പരിശോധിക്കുമ്പോൾ അത് ലൈഫാണെന്ന് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തതാണ് എന്ന് ചില സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെച്ചത് അബദ്ധമാകുന്നു. മറിച്ച് നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ അദ്കാറിന്റെ 23-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഖാലൽ ഉലമാഉ മിനൽ മുഹദ്ദിസീന വൽ ഫുഖഹാഇ വഗൈറുഹും ഖാലൽ ഉലമാഉ മിനൽ മുഹദ്ദിസീന വൽ ഫുഖഹാഇ ഹദീസ് പണ്ഡിതന്മാർ അതേപോലെ തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മറ്റു പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട് യജൂസു അനുവദനീയമാണ് വയുസ്തഹബ്ബു സുന്നത്തുമാണ് അൽ അമലു ഫിൽ ഫളാഇലി അമലുകളുടെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ പ്രവർത്തിക്കൽ അതേപോലെ തർഗീബി തർഹീബി നന്മക്ക് പ്രചോദനം കൊടുക്കുന്നതിലും തിന്മയിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിലും അത് സുന്നത്താണ്. ബിൽ ഹദീസിൽ ലൈഫി ലൈഫായ ഹദീസ് കൊണ്ട് അമല് ചെയ്യൽ അനുവദനീയവും നല്ലതുമാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പൊ നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസം പ്രവേശിച്ചാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ എന്ന് ദുആർക്കലുണ്ട് എന്ന് പറഞ്ഞു അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. അതിന്റെ സനദ് ലൈഫാണ്. എന്നാലും ഈ ഒരു പുണ്യം എന്ന നിലക്ക് ഇത് ചെയ്യാൻ ആ ഹദീസ് എമ്പാടും മതി എന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാൻ വേണ്ടി ഇപ്പൊ കുറച്ച് ആൾക്കാർ കച്ചകെട്ടി ഇറങ്ങുന്നത് കാണുകയാണ്. സങ്കടം തോന്നുകയാണ് ഒരു നന്മ മുടക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഇറക്കം. കാരണം ലൈഫായ ഹദീസ് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്തതെന്നല്ല, മറിച്ച് അതിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് വന്നപ്പോ കൂട്ടത്തിൽ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് വരുമ്പോ അതിലൊരു റിപ്പോർട്ടർക്ക് ചില അയോഗ്യതകൾ ഹദീസ് റിപ്പോർട്ടർ പിന്നെ നിദാനശാസ്ത്രത്തിൽ അവരുടെ അയോഗ്യത പരിഗണിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഹദീസ് റസൂല പറഞ്ഞിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഫളായിലുള്ള അമാൽ അത് മതി. അപ്പോ ഇങ്ങനൊരു പുണ്യം ചെയ്യാൻ അങ്ങനെ ഒരു ഹദീസ് വന്നാൽ അത് മതിയാകുന്നതാണ്. അപ്പൊ ഹദീസ് സഹിയല്ല എന്നതിന്റെ പേരിൽ അങ്ങനെ ഒന്ന് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒന്ന് ദ്വാർക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഏതെങ്കിലും മൗലവിമാര് മനസ്സിലാക്കിയാൽ അവർക്ക് മതത്തിന്റെ വിഷയം മനസ്സിലായിട്ടില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ അദ്കാറിൽ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ എന്ന ഹദീസ് അത് ലൈഫാന്ന് പറഞ്ഞു എന്ന് പറയുന്ന മൗലവിമാർക്ക് അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് കുറച്ച് ആദ്യത്തിൽ നോക്കിയാൽ കാണുന്നതല്ലേ ഇപ്പൊ ഈ പറഞ്ഞ സംഭവം. ലൈഫായ ഹദീസ് ഇവിടെ എന്തിനാ പറഞ്ഞ് റജബ് മാസത്തിൽ മനുഷ്യൻ എന്ത് പറയണമെന്ന് പറയാനല്ലേ അത് പറഞ്ഞത്. അപ്പൊ അത് അമലിന് പറ്റുന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ ഹദീസ് ലൈഫാന്ന് പറഞ്ഞ് അത്തരം നന്മകളെ മുടക്കാൻ വേണ്ടി ഒന്നും നിൽക്കേണ്ടയില്ല. അള്ളാഹു തലങ്ങൾക്കൊക്കെ അത് ഹിദായത്ത് വർദ്ധിപ്പിച്ച് തരട്ടെ, നമുക്ക് ദ്വാർക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് നിങ്ങൾ നോക്കൂ, ഈ ഹദീസ് ഇപ്പൊ അദ്ദേഹം തന്നെ മറ്റൊരു കിതാബ് ഉദ്ധരിച്ച ലതായിഫുൽ മആരിഫാണ് ഫീമാ ലിൽ മവാസിമിൽ ആമി മിനൽ വളായിഫ് എന്ന് പറയുന്ന ഇബ്നു റജബ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്. അതിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയാണ് വഫീ ഹാദൽ ഹദീസി ദലീലുൻ അലാ ഇസ്തിഹ്ബാബി ദുആഇ ബിൽ ബഖാഇ ഇലൽ അസ്മാനിൽ ഫാദില. ശ്രേഷ്ഠമായ സമയത്തേക്ക് ശേഷിച്ചു കിട്ടാൻ വേണ്ടി അഥവാ ദീർഘായുസ്സോടെ ജീവിക്കാൻ വേണ്ടി ദ്വാർക്കൽ സുന്നത്താണെന്നതിന് ഈ ഹദീസിന് തെളിവുണ്ട്. എന്തിനാ ജീവിക്കണത്? അപ്പോൾ ഇദ്റാക്കിൽ അമാലി സ്വാലിഹത്തി ഫീഹ, ആ ശ്രേഷ്ഠ സമയങ്ങളിൽ സുഹൃതങ്ങൾ പരമാവധി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഫൈനൽ മുഅ്മിന വിശ്വാസി ലാ യസീദുഹു ഉംറുഹു ഇല്ലാ ഖൈറാ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതം നന്മയല്ലാതെ വർദ്ധിപ്പിക്കില്ല. വ ഖൈറുൻ നാസി മൻ താല ഉംറുഹു വ ഹസുന അമലുഹു, നല്ല മനുഷ്യൻ അവന്റെ ജീവിതം വർദ്ധിക്കുകയും ദീർഘായുസ് കിട്ടുകയും എന്നിട്ട് പ്രവർത്തനങ്ങൾ നന്നാക്കുകയും ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ വക്കാന സലഫു യസ്തഹിബ്ബൂന യമൂതു അഖിബാ അമലിൻ സാലിഹിൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുൻഗാമികളൊക്കെ ഒരു സൽക്കർമ്മം ചെയ്ത ഉടനെ ഒന്ന് മരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഏതാ സൽക്കർമ്മം? മിൻ സൗമി റമളാന, റമളാൻ നോമ്പടക്കമുള്ള ഔ റുജൂഇൻ മിൻ ഹജ്ജിൻ, അല്ലെങ്കിൽ ഒരു ഹജ്ജ് കഴിഞ്ഞു വന്നിട്ട് അങ്ങ് മരിക്കുക. ഇതൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വക്കാന യുക്കാലു പറയപ്പെടാറുണ്ട് മാത്തക്കദാലിക ഗുഫിറ ലഹു, അങ്ങനെ അങ്ങ് മരിച്ചാൽ സൽക്കർമ്മത്തിന്റെ ആ ധന്യതയിൽ നിൽക്കുന്ന സമയത്ത് മരിച്ചാൽ ദോഷം പൊറുക്കപ്പെടുമെന്ന് പറയപ്പെടാറുമുണ്ട്. കാന ബഅദുൽ ഉലമാഇ സ്വാലിഹീന, ചില സജ്ജനങ്ങളായ പണ്ഡിതന്മാർ അത് മരിത അവർക്ക് രോഗമായപ്പോൾ ഖബല ശഹ്രി റജബിൻ, റജബിന്റെ മുമ്പ് രോഗമായപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നി ദഅഉതുല്ലാഹ യുഅഖിറ വഫാത്തി ഇലാ ശഹ്രി റജബ്, റജബിലേക്ക് എന്റെ മരണത്തെ അല്ലാഹു തആല നീക്കിവെച്ചെങ്കിൽ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. കാരണം റജബ് മാസത്തിൽ ഒരുപാട് ആളുകൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ച അല്ലാഹു തആല അദ്ദേഹത്തെ റജബിൽ മരിപ്പിച്ചുവെന്ന് ഇബ്നു റജബ് തങ്ങൾ തന്റെ ലതായിഫിൽ ഉദ്ധരിക്കുന്നു. അതോടൊപ്പം തന്നെ റജബ് എന്ന മാസം മഹാന്മാര് പലരും പറയുന്നു മിഫ്താഹു അശ്ഹുരിൽ ഖൈരി വൽ ബറക, നന്മയുടെയും അതേപോലെ തന്നെ അനുഗ്രഹത്തിന്റെയും ഒക്കെ ആ പ്രത്യേകമായിട്ടുള്ള മാസങ്ങളുടെ ആരംഭമാണ്. അതുകൊണ്ട് തന്നെ റജബ് മാസം മഹാന്മാർ പറഞ്ഞു വറാഖുൽ ബൽഖ്, അബൂബക്കറുൽ വറാഖുൽ ബൽഖ് എന്നവർ പറഞ്ഞു ഷഹറു റജബിൻ ഷഹറു സറഇ, റജബ് മാസം എന്ന് പറയുന്നത് കൃഷി ചെയ്യാനുള്ള വിത്തിറക്കാനുള്ള മാസമാണ്. ഷഹറു ശഅബാൻ ഷഹറു സഖീൽ സറഇ, ശഅബാൻ മാസം അതിന് വെള്ളവും വളവും കൊടുക്കാനുള്ള മാസമാണ്. ഷഹറു റമളാൻ ഷഹറു ഹസാദി സറഇ, റമളാ മാസം ആ വിട്ടുണ്ടാക്കിയിട്ട് വിളവുണ്ടാക്കിയതിന്റെ കൊയ്തെടുക്കുന്ന കൊയ്ത്തിന്റെ മാസമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ഈ മാസത്തെ പരിഗണിക്കണം, പരമാവധി എല്ലാ ഖൈറുകളും വർദ്ധിപ്പിക്കണം. മാന്മാരായ സാലിഹ്യങ്ങൾ പറയുന്നു, അതുകൊണ്ട് തന്നെ ഈ മഹത്തായ മാസത്തിൽ ജദീറും ബിമൻ സവ്വദ സഹീഫതഹു ബിദ്ദുനൂബി, ദോഷങ്ങൾ കൊണ്ട് തന്റെ നന്മയുടെയും തിന്മയുടെയും രേഖകൾ കറുപ്പിച്ചു കളഞ്ഞിട്ടുള്ള മനുഷ്യൻ അവൻ അനിവാര്യമാണ് യുബയ്യിലഹാ ബിത്തൗബത്തി ഫീ ഹാദാ ശഹരി, ഈ മാസത്തിൽ പശ്ചാത്താപം മുഖേന ഏടുകളെ വെളുപ്പിക്കണം. അതേപോലെ ഒബിമൻ ലയ്യാഉം റഹൂഫിൽ ബത്താലത്തി, ഒരു നന്മയിലും പെടാതെ ജീവിതം തൊലച്ചു കളഞ്ഞവൻ അവൻ അനിവാര്യമാണ് യഗ്തനിമ ഫീഹി മാ ബഖിയ മിനൽ ഉംരി, ഇനി ശേഷിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ അത് മുതലാക്കിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. എന്നിട്ട് മഹാൻ പറയുന്നു ബയ്യദു സഹീഫതക സൗദാഅ ഫീ റജബി ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി. ഓ സഹോദരാ, ബയ്യദു സഹീഫതക സൗദാഅ, നിന്റെ കറുത്തുപോയ ഏടുകളെ നീ വെളുപ്പിക്കണം. ഫീ റജബിൻ, റജബ് മാസത്തിൽ വെളുപ്പിക്കണം. എന്തുകൊണ്ട്? ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, കത്തിയെരിയുന്ന നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ സഹായകമായ സുഹൃതങ്ങൾ കൊണ്ട് നീ ആ ഏടുകളെ വെളുപ്പിക്കണം. ഷഹറുൻ ഹറാമുൻ അതാ മിൻ ശുഹുരിൻ ഹുറുമി ഇദാ ദഅല്ലാഹ ദാഇൻ ഫീഹി ലം യഖിബി. ഇത് അല്ലാഹു തആല യുദ്ധം ഹറാമാക്കിയ ആദരവുള്ള മാസമാണ് റജബ്. അത് ആ മാസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് റജബ് ഇതാ വന്നിരിക്കുകയാണ്. ഈ മാസത്തിൽ ഇദാ ദഅല്ലാഹ ദാഇൻ, ആരെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ലം യഖിബ്, അവൻ പരാജിതനാവുകയില്ല, അല്ലാഹു തആല അത് സ്വീകരിക്കും. അതുകൊണ്ട് തൂബാലി അബ്ദിൻ സക്കാ ഫീഹി ലഹു അമലു ഫകഫ ഫീഹി അനിൽ ഫഹ്ശാഇ വറിയബി. അതുകൊണ്ട് എല്ലാ മംഗളങ്ങളും എല്ലാ ആശംസകളും ഒരു മനുഷ്യന് ഞാൻ നേരുകയാണ്. എങ്ങനത്തെ മനുഷ്യൻ? സക്കാ ഫീഹി ലഹു അമലു, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ ഈ മാസത്തിൽ കുറ്റമറ്റ വിധത്തിൽ സംസ്കൃതി പ്രാപിച്ചതാവുകയും ഫകഫ ഫീഹി അനിൽ ഫഹ്ശാഇ, എല്ലാ അരുതായ്മകളിൽ നിന്നും അവനവന്റെ ജീവിതത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്തു. അപ്പൊ നന്മകളുടെ വർധനവിലും തിന്മയിൽ നിന്നുള്ള മാറി നിൽക്കലിലും സജീവമാക്കി മുന്നോട്ട് പോയിക്കൊണ്ട് ഈ മഹത്തായ മാസത്തിൽ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഇപ്പൊ ചില സാധുക്കൾ ചെയ്യണ പോലെ ഈ മാസത്തിൽ നോമ്പോൽക്കരുത്, ഈ മാസത്തിൽ സുന്നത്തുകരിക്കരുത്, ഈ മാസത്തിൽ ഒരു ഖൈറും ചെയ്യരുത്, അല്ലാഹുമ്മ ബാരിക്കലനാന്ന് ദ്വാർക്കരുത് എന്നിങ്ങനെയുള്ള നശീകരണ പ്രവർത്തനം നടത്തുകയല്ല വേണ്ടത്. മറിച്ച് അവൻ ചെയ്യേണ്ടത് അമലുകൾ കൊണ്ട് ഈ മഹത്തായ മാസത്തിൽ അതിന്റെ സമയത്തെ മുതലാക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് നൽകുന്ന നിർദ്ദേശം എന്താ? യാ അബ്ദു അഖ്ബിൽ മുനീബൻ വഗ്തനിം റജബ ഫഇന്ന അഫ്വി അമ്മൻ താബ ഖദ് വജബ في هذه الأشهر الأبواب قد فتحت للتائبين فكل نحونا هربا حتى الركائب في أبواب رحمتنا بحسن ظن فكل نال ما طلبا وقد نثرنا عليهم من تعتفنا نثار حسن قبول فاز من نهبا. പടച്ച റബ്ബിന്റെ നിർദ്ദേശപ്രകാരം അതാ ലോകത്ത് അള്ളാന്റെ ദീന് മനസ്സിലാക്കിയിട്ടുള്ള മഹാന്മാർ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ ശരിക്കും നമ്മളോട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിർദ്ദേശത്തിന്റെ അന്തസത്ത എന്താണ്? യാ അബ്ദു അഖ്ബിൽ മുനീബൻ, ഓ അടിമേ നീ മുന്നിട്ട് വരൂ പശ്ചാത്താപത്തിന്റെ മനസ്ഥിതിയുമായി. അങ്ങനെ വഖ്തനിം റജബൻ, റജബനെ നീ മുതലാക്കാൻ നോക്കണം. കാരണം ഈ മാസത്തിൽ പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് അതവൻ പ്രത്യേകം അനുഗ്രഹം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ അനുഗ്രഹം നല്ല നിയ്യത്തോടുകൂടെ നല്ല പ്രതീക്ഷയോടുകൂടെ വാങ്ങാൻ വേണ്ടി നന്മകളിൽ സജീവത പുലർത്തിയിട്ട് മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ എല്ലാ ഖൈറുകളും വർദ്ധിപ്പിക്കണം, തിന്മകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കണം. കാരണം നല്ല സമയങ്ങളിൽ തിന്മ ചെയ്യുന്നത് വല്ലാത്തൊരു ധിക്കാരം വർദ്ധിപ്പിക്കുന്ന ശൈലിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹത്തായ റജബ് റമളാനിലേക്കുള്ള ഒരു റിഹേഴ്സലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. അത് അർഹമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ല കാര്യങ്ങൾ നമ്മൾ മുഴുകണം.
നന്മ മുടക്കികളായിട്ടുള്ള ആളുകളുടെ ആ ദുശ്ചിന്തകളിൽ നിന്നൊക്കെ അവരുടേതായിട്ടുള്ള എല്ലാ തെറ്റായ പ്രചരണങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. അള്ളാഹു നമ്മെ ഈ മാസത്തെ അർഹമായി ആദരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.